ഹലോ ഗൈസ്, ട്രിപ്പ് ആൻഡ് എപ്പിക് വിത്ത് ശരത്തിന്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഒരു സൈഡിൽ പുതുമയും മറു സൈഡിൽ പഴമയും. ശരിക്കും ഒരു മിനി ടൈം ട്രാവലറാണ് ഈ ദുബായ് ഫ്രെയിം. സഞ്ചാരികളെ അതിശയിപ്പിക്കുന്ന 490 അടി ഉയരത്തിലുള്ള ഗ്ലാസ്സിലൂടെയുള്ള സ്കൈ വാക്ക്, പഴയ ദുബായ് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന വെർച്വൽ മ്യൂസിയം, ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ ഹൈലൈറ്റ്. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ ദുബായ് ഫ്രെയിമിന് മുന്നിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമായിട്ടുള്ള ദുബായ് ഫ്രെയിമിന്റെ മുന്നിലാണുള്ളത്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകളും ദുബായ് ഫ്രെയിമിനെ പറ്റിയുള്ളതാണ്. ദുബായ് ഫ്രെയിമിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ ഞാനൊരു വൈകുന്നേരം നോക്കി ഇറങ്ങിയിരിക്കുകയാണ്. ടാക്സിയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ദുബായ് എന്ന നഗരത്തിന്റെ ആർഭാടവും സൗന്ദര്യവും കണ്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. നീണ്ട കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ദുബായ് ഫ്രെയിമിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫ്രെയിം വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. ഗേറ്റ് നമ്പർ 4 വഴിയാണ് നമുക്ക് ഉള്ളിലേക്ക് കടക്കേണ്ടത്. ടിക്കറ്റിന് 52 ദിർഹം കൊടുത്ത ശേഷം ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വീഡിയോ എടുക്കാൻ എന്തെങ്കിലും പെർമിഷൻ പ്രോബ്ലം ഉണ്ടോ എന്ന് ആദ്യം ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു തുടങ്ങി. ദുബായിയുടെ ഹൃദയഭാഗമായ സബീൽ പാർക്കിലാണ് ഈ ഫ്രെയിം സ്ഥിതി ചെയ്യുന്നത്. ഈ ഫ്രെയിം കാണാനായി നിരവധി ആൾക്കാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. ദുബായിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ ദുബായ് ഫ്രെയിം. 2000 ടൺ സ്റ്റീലും 9900 ക്യൂബിക് മീറ്റർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റും ആണ് ഈ ഫ്രെയിം നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കുക. ഫ്രെയിമിന് മുകളിൽ നിന്നും ഓൾഡ് ദുബായിയും ന്യൂ ദുബായിയും നമുക്ക് വേർതിരിച്ച് കാണുവാൻ സാധിക്കുമെന്നതാണ് ഈ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കയറിയാലുള്ള പ്രത്യേകത. 150 മീറ്റർ നീളമുള്ള 93 മീറ്റർ വീതിയിലുള്ള ഒരു ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്താണ് ഈ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രെയിമിൽ ഒരേ സമയം 100 ആളുകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരോ ബാച്ചുകളായാണ് ആളുകളെ ഇതിനുള്ളിലേക്ക് കടത്തിവിടുന്നത്. നിങ്ങൾ ഈ കാണുന്ന നീണ്ട നിര ഫ്രെയിമിനുള്ളിലേക്ക് കയറുവാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരുടേതാണ്. മനോഹരമായ പൂന്തോട്ടങ്ങൾ ഈ ഫ്രെയിമിന് ചുറ്റും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ ചുറ്റും ഒരുപാട് പച്ചപ്പുകളുണ്ട്. ഒരുപാട് മരങ്ങളും ചെടികളും ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഫ്രെയിമിന് മുന്നിൽ അതിമനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടൈൻ കൂടെ ഇവർ തീർത്തിട്ടുണ്ട്. അതിമനോഹരമാണ് ഈ വാട്ടർ ഫൗണ്ടൈൻ കാണാനായി. നമുക്ക് മുന്നിൽ ഒരു അതിശയമായി 490 അടി ഉയരത്തിൽ ഈ ഫ്രെയിം അങ്ങനെ ഒരു രാജാവിനെ പോലെ ഉയർന്നു നിൽക്കുകയാണ്. വെറുമൊരു ഫ്രെയിം മാത്രമല്ല, അതിൻ്റെ കൂടെ ചെറിയൊരു പാർക്കും ചെറിയ ചെറിയ ടീ ഷോപ്പുകളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മനോഹരമായി ഗാർഡൻസും സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ദീർഘവീക്ഷണത്തോടെയുള്ള പ്ലാനിംഗ് ആണ്. ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ ഈ പാർക്കിൽ നമുക്കൊന്ന് വിശ്രമിക്കാം. അതുപോലെ കുട്ടികൾക്ക് കളിക്കുവാനായി ചെറിയൊരു പ്ലേ ഏരിയ കൂടെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർക്കറിയാം ഇവിടെ വരുന്നവർ ഇതെല്ലാം ആസ്വദിച്ചേ പോകുമെന്ന്. അങ്ങനെ നീണ്ട വെയിറ്റിങ്ങിന് ശേഷം ഞാനും ഈ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറുമ്പോഴും ചെറിയ രീതിയിലുള്ള ക്യൂ ഉണ്ട്. അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്രെയിമിന് മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു പഴയകാല അറബ് ഗ്രാമം ഇവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ മ്യൂസിയത്തിൽ UAEയുടെ ചരിത്രം വിവരിക്കുന്ന വെർച്വൽ വീഡിയോകൾ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് നമ്മൾ ഫ്രെയിമിന് മുകളിലേക്ക് പോകുക.
ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെർച്വൽ റിയാലിറ്റി കൊണ്ടുണ്ടാക്കിയ മ്യൂസിയമാണ്. ഇതിൽ കാണുന്ന ആളുകൾ നമ്മുടെ തൊട്ട് മുന്നിൽ നേരിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം അത്രയ്ക്ക് പെർഫെക്ഷനോട് കൂടിയാണ് ഈ വെർച്വൽ റിയാലിറ്റി മ്യൂസിയം ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. UAEയുടെ ഭക്ഷണ സംസ്കാരം, അതുപോലെ വസ്ത്രങ്ങൾ, പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രധാന ബിസിനസ്സുകൾ ഒക്കെ ഇവിടെ ഈ വെർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിമിഷം നമ്മൾ പഴയ കാലത്തേക്ക് എത്തിയ ഒരു ഫീൽ നമുക്കിവിടെ നിന്ന് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു ലിഫ്റ്റിലേക്കാണ്. ഈ ലിഫ്റ്റ് നേരെ പോകുന്നത് ദുബായ് ഫ്രെയിമിൻ്റെ ടോപ്പ് ഭാഗത്തേക്കാണ്. ഈ ലിഫ്റ്റിലൂടെയുള്ള യാത്ര പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല, അത്രയ്ക്ക് അഡ്വഞ്ചറും മനോഹരവുമാണ്. ശരിക്കും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ 2-3 ഫ്ലാറ്റിൻ്റെ ഉയരമുണ്ട് ഈ ദുബായ് ഫ്രെയിമിന്. എന്നാൽ ഈ ഫ്രെയിമിനുള്ളിലെ ലിഫ്റ്റ് വളരെ ഫാസ്റ്റായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗം ടോപ്പിലെത്താൻ സാധിക്കും. ലിഫ്റ്റിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഈ ഫ്രെയിമിൻ്റെ ടോപ്പ് ഫ്ലോറിലേക്കാണ്. ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ വലിയൊരു സ്കൈ വാക്ക് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പലരും പേടി കാരണം ഈ സ്കൈ വാക്കിൽ കയറുന്നു പോലുമില്ല. ഞാനേതായാലും ഈ സ്കൈ വാക്കിൽ കയറി ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. സ്കൈ വാക്കിൽ കയറി താഴേക്ക് നോക്കിയപ്പോൾ ശരിക്കും ഭീകരമായ ഒരവസ്ഥയായിരുന്നു. എനിക്ക് ചെറുതായി തല ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. താഴെ നമ്മൾ ഫ്രെയിമിന് താഴെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആ വാട്ടർ ഫൗണ്ടനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും താഴെയുള്ള ഭാഗവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്രയും ഹൈറ്റിൽ നിന്ന് നമ്മൾ ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ശരിക്കും തല കറങ്ങും. സ്കൈ വാക്കിലൂടെ താഴേക്ക് നോക്കി എനിക്ക് മുന്നോട്ട് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറയുടെ ആംഗിൾ സ്കൈ വാക്കിലേക്ക് വെച്ച ശേഷം ഞാൻ മുകളിലേക്ക് നോക്കി സ്കൈ വാക്കിലൂടെ നടന്നു നീങ്ങി. അതുപോലെ ഈ ഫ്രെയിമിൻ്റെ ഈ സൈഡിൽ കാണുന്ന ഭാഗങ്ങൾ പഴയ ദുബായിയാണ്. അതായത് ഇപ്പോഴത്തെ കറാമ, ബർദുബായ്, ദേര എന്നീ പ്രദേശങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. പഴയ ദുബായിലെ എല്ലാ ഭാഗങ്ങളും ഏകദേശം ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഫ്രെയിമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വന്ന് നോക്കുമ്പോൾ ദുബായിയുടെ ആധുനിക നഗരങ്ങളായ ബുർജ് ഖലീഫ അടക്കമുള്ള ഡൗൺ ടൗൺ, അതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് കാണുവാൻ സാധിക്കും. അതായത് ദുബായിയുടെ 2 വശങ്ങൾ നമുക്ക് ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് ആസ്വദിക്കാനാകും. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ അങ്ങ് ദൂരെയായി ബുർജ് ഖലീഫ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വെറും ഒരു ഫ്രെയിം മാത്രമായി തോന്നുന്ന ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇവർ ഇതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രെയിമിനുള്ളിൽ മറ്റൊരു ലോകമാണ്. ഫ്രെയിമിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. നേരെ നമ്മൾ ലിഫ്റ്റിലേക്കാണ് പോകുന്നത്. ലിഫ്റ്റിൽ നിന്നും നമ്മൾ താഴേക്ക് വരുമ്പോൾ മറ്റൊരു കാഴ്ചയാണുള്ളത്. നമ്മൾ ഫ്രെയിമിലേക്ക് കയറുമ്പോൾ UAEയുടെ ചരിത്രമാണ് വെർച്വൽ റിയാലിറ്റിയിലൂടെ അവർ കാണിച്ചു തന്നെങ്കിൽ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 50 വർഷത്തിന് ശേഷമുള്ള ദുബായ് എങ്ങനെയാകുമെന്നാണ് ഇവർ വെർച്വൽ റിയാലിറ്റിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ആരോഗ്യരംഗത്തും അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ രംഗത്തുമൊക്കെ ഉണ്ടാകുന്ന വിപ്ലവകരമായ 50 വർഷങ്ങൾക്ക് ശേഷമുള്ള വികസനത്തെ പറ്റിയാണ് നമുക്ക് ഈ വെർച്വൽ റിയാലിറ്റി വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിശയപ്പെട്ട് നിൽക്കുകയാണ്. ഇത്രത്തോളം ഒരു വലിയൊരു വിഷനിലേക്കാണല്ലോ ഇവർ പോകുന്നത് എന്നോർത്ത്.
അങ്ങനെ നമ്മൾ ഫ്രെയിമിലെ എല്ലാ കാഴ്ചയും കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ്. പഴയ കാലങ്ങളെ എന്നും മനസ്സിൽ സൂക്ഷിക്കുകയും അത് പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അതുപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ദുബായിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടൈം ട്രാവൽ മെഷീനാണ് ശരിക്കും പറഞ്ഞാൽ ഗെയ്സ് ഈ ദുബായ് ഫ്രെയിം. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് ദുബായ് ഫ്രെയിം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ എൻ്റെ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു സ്ഥലത്തെ വിശേഷങ്ങളായി നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.